പടന്നക്കാടിലെ ഒരു ലക്ഷറി മംഗലത്തിന് പോയതാണ് കേട്ടോ. കയറുമ്പോൾ തന്നെ ജ്യൂസിനെ കൊണ്ടുള്ള ആറാട്ടായിരുന്നു. ഞാൻ അതിൽ നിന്നൊരു പപ്പായ ജ്യൂസ് എടുത്തിട്ട് കയറി. നമ്മൾ മുനീർച്ചാൻ്റെ മോളെ മംഗലാണ്. പലവിധ ജ്യൂസ് ഇങ്ങനെ ബെൽറ്റിൽ ഇങ്ങനെ കറങ്ങിയിട്ട് വരുന്നുണ്ട്. അതുപോലെ ചായയും സ്നാക്സും എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ വേറൊരു ലോകത്തേക്ക് എത്തിയാണ്. കാരണം ഡെക്കറേഷനെ കൊണ്ട് ഫുള്ള് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തും സ്പെഷ്യൽ കൗണ്ടർ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത് നമുക്ക് നോക്കാം. ഗുലാബ് ജാമുന്, സാലഡ്, അതുപോലെ അരീസ്, പിന്നെ വെള്ളം ഒരു മൂലക്കുണ്ട്. പിന്നെ ഓരോരു ഫുഡിൻ്റെ കൗണ്ടർ ഇങ്ങനെ ഉണ്ട്. ലോലിനോൻ്റെ ഡെസേർട്ടിൻ്റെ കൗണ്ടർ വേറെയുണ്ട്. ചെമ്പല്ലി മുതുമനായിട്ട് പൊരിച്ചതും മട്ടൻ അങ്ങനെ മുതുമനായിട്ട് സ്റ്റീം ചെയ്തതും, അതുപോലെ മട്ടൻ കുറുമ, ചിക്കൻ ഫ്രൈ, ബീഫിൻ്റെ അതുപോലെ വെറൈറ്റി ഐറ്റംസ്, ചിക്കൻ്റെ പിന്നെ കൊണ്ടാട്ട ഐറ്റംസ്, നെയ്പ്പത്തിലും പൊറോട്ട വേറെ, പിന്നെ മട്ടൻ വേറെ, ചോറ് വേറെ, മസാല വേറെ, മട്ടൻ മസാല വേറെ, സാലഡ്, പിന്നെ അപ്പങ്ങൾ, അതുപോലെ വെള്ളയപ്പം ഉണ്ട്, പിന്നെ മാങ്ങ ഉപ്പിലിട്ടത്, സാലഡ് തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടച്ചപ്പും കെച്ചപ്പും, പിന്നെ അമ്മൂസും മൈനൂസും, അതുപോലെ അയക്കൂറ പൊരിച്ചതുണ്ട്, പിന്നെ ചെമ്മീൻ ഇപ്പുറത്തുനിന്ന് വേറെ പൊരിക്കുന്നുണ്ട്, അങ്ങനെ തന്തൂർ റൊട്ടി, കബാബ്, അങ്ങനെ കുറേ ഐറ്റംസ് ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നെയ്പ്പത്തിലെല്ലാം ഇടുന്ന ലൈവായിട്ട് കൊടുക്കുന്നുണ്ട്. നെയ്പ്പത്തിലും നൂൽ പൊറോട്ടയും കേട്ടോ. പിന്നെ ചിക്കൻ്റെ തന്നെ ഫ്രൈ, കുറേ ഐറ്റംസ് നമ്മളെ കപ്പണക്കാൽ കരിംചാന്ന് ആക്കുന്നുണ്ട്. ബീഫും പിന്നെ മട്ടനും എല്ലാം. കപ്പണക്കാൽ കരീംചാൻ്റെ ഫുഡ് ഒരുപാട് കഴിച്ചതാണ്. അത്രക്കും വെറൈറ്റി ഫുഡാണ് കേട്ടോ. പിന്നെ അതുപോലെ മുനാഫയും പിന്നെ ഈ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ചെമ്മീൻ്റെ തന്നെ എന്തെല്ലോ ഐറ്റംസ് ഉണ്ട്. കാരണം എനിക്ക് കുറേണത്തിൻ്റെ പേരറിയുന്നില്ല. അങ്ങനെ നിക്കാഹ് അപ്പുറത്തുനിന്ന് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ അത്ര ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ചെമ്മീൻ്റെ തന്നെ വേറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരാൾ കൊണ്ടുവരുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസ് പറയുന്നുണ്ട്. ഫുഡിൻ്റെ ഐറ്റംസിലാണെങ്കിൽ ഓരോ സ്ഥലത്ത് ഇങ്ങനെ സെപ്പറേറ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൽ ചെമ്മീൻ്റെ ഒരു ഐറ്റം എടുത്ത് കടിച്ചു നോക്കി. എന്തായാലും നല്ല കിടുക്കാച്ചായിട്ടാണ് കേട്ടോ. ഇതെല്ലാം ടൈം പാസ് ആയിട്ട് നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് തന്നെ ഓരോരോ സപ്ലൈസ് കൊണ്ടുത്തരുന്നുണ്ട്. ആദ്യം വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ റോപ്പാൻ രണ്ടാമത് അടിച്ചിട്ടാ. പിന്നെ നമ്മളെ കുനാഫ എല്ലാം ഇങ്ങനെ ബന്ധ് വരുന്നുണ്ട്. അപ്പോൾ കുനാഫ ഒന്ന് മറിച്ചിടുന്ന കാണുന്ന വെച്ചിട്ട് ഓന് നമുക്ക് ലൈവായിട്ട് അത് മറിച്ചിട്ടാണ്. കുനാഫ ഹബിൻ്റെ ടീമാണ് ഇവിടുന്ന് കുനാഫ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരുപാട് കാറ്ററിംഗ് ടീം ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡിൻ്റെ ടൈമായ സമയത്ത് മട്ടൻ്റെ പീസിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത്, അതുപോലെ ചമ്പല്ലിയിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് കുറച്ച് മാത്രം കഴിച്ചിട്ട് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത് കേട്ടോ. അങ്ങനെ ഓരോരോ ഐറ്റംസ് നിന്ന് സാലഡ്, അതുപോലെ എല്ലാ ഐറ്റംസിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അങ്ങനെ പ്ലേറ്റ് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടാ. എന്തെന്നാണ് ഇതിൻ്റെ പേര് എന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള രീതിയിൽ മാത്രമാണ് എല്ലാം എടുത്തത്. അങ്ങനെ നമ്മളെ പ്ലേറ്റ് ഫില്ലാക്കിനി. പിന്നെ ഇന്നത്തെ ഒരു പടന്നക്കാട് വെച്ചിട്ടുള്ള ഒരു കല്യാണ ഫംഗ്ഷനാണ് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസങ്ങളായി നമ്മളിവിടെ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് കപ്പണക്കാൽ കാറ്ററിങ്ങും ആൻഡ് ചില്ലീസ് കാലിക്കറ്റും സംയുക്തമായി നടത്തിയ ഒരു പരിപാടിയാണ്. മാഷാ അല്ലാഹ്, വളരെ നന്നായി പരിപാടി ഏകദേശം ഒരു 10-70 ഐറ്റംസോളം ഉണ്ടാവും. പല ഐറ്റം ചൈനീസ് ഐറ്റം, നോർത്ത് ഇന്ത്യൻ ലൈഫ്സ് എല്ലായിട്ട് പല ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മാഷാ അല്ലാഹ്, നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നത്. മാഷാ അല്ലാഹ്, ഇനി കപ്പണക്കാൽ കാറ്ററിങ്ങുമായി ബന്ധപ്പെടുക. നമ്മങ്ങനെ ഫുഡ് അടി തുടങ്ങിയിട്ട് ആടെ തുടങ്ങും, എങ്ങനെ തുടങ്ങുന്നെന്ന് അറിയില്ല. എന്നാലും ആ നെയ്പ്പത്തിലും മട്ടനും കൂട്ടിയിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് സംഭവം കിട്ടുക്കാച്ചായിട്ടുണ്ട്. മട്ടനെല്ലാം ഇങ്ങനെ കുതിർന്ന് നിൽക്കുന്നുണ്ട്. ഒരു സാധനം നോക്കണല്ലോ. കൂടുതൽ സലാഡാണ് കേട്ടത്. അതേപോലെ ചെമ്മീനുണ്ട്, വലിയ ചെമ്മീനുണ്ടാവും. ചെമ്മീൻ റോസ്റ്റ് ചെയ്താണ്. അതുപോലെ ചമ്പല്ലിൻ്റെ പീസ്, ചമ്പല്ലിയാണ്. എല്ലാം കൂടി എന്താവുന്ന അറിയില്ല. ടേസ്റ്റ് തോന്നുന്നു. വേറെ ഫിഷ് ഉണ്ട്. കുറച്ച് ഐറ്റംസ് ഞാൻ എടുത്തിട്ടു. കുറച്ച് ഐറ്റംസ് ഗ്രൂപ്പിൽ കൊണ്ടാണ് തീറ്റിക്കുന്നുണ്ടോ. എന്റെ ജിമ്മിന്റെ മാസിയോട് ഞാൻ പറഞ്ഞു നോക്കും. കബാബ് കേട്ടോ, ഒരു രക്ഷയില്ല. അതിന് മുട്ട നോക്കി, മുട്ടയിന് കുതിർന്ന് ഇതിന്റെ മെയിൻ പത്തലാന്ന് നിർത്തേണ്ട. കുറേ ഐറ്റംസ് ഉണ്ട്. എല്ലാം ട്രൈ ചെയ്യാനുള്ള ഗ്യാപ്പ് വരുന്നില്ല. അതൊന്ന് കുറച്ച് ട്രൈ ചെയ്തിട്ട് ബാക്കിൻ്റെ സംഭവങ്ങൾ സൂപ്പർ പറഞ്ഞാൽ സൂപ്പർ ഇട്ടാ. ഉപ്പാൻ്റെ പ്ലേറ്റിൻ്റെ അവസ്ഥ ഒന്നും പറ്റും കാര്യമില്ല. പച്ച മാങ്ങാലുണ്ടല്ലോ, മാങ്ങ ഉപ്പിലിട്ടെല്ലാം എടുക്കണല്ലേ.
കൈപ്പന്തി എടുക്കല് കുടിവെള്ളം തന്നെ നല്ല കിടിലം ബോട്ടിലാണ് ഇട്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഫുഡിന്റെ 2ാം റൗണ്ടിലേക്ക് കിടന്നു. നല്ല വെള്ളയപ്പും അതുപോലെ മട്ടന്റെ കുറുമയും പിന്നെ നൂൽ പൊറോട്ടയാണ് ട്രൈ ആക്കിയത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ്റെ പീസും എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്ച്ചോറും അതുപോലെ മട്ടൻ ബീഫും ചിക്കനും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് പിന്നെ അതിൽ കുറച്ച് കച്ചമ്പറിലും ഇട്ടിട്ട് ഒന്ന് ട്രൈ ആക്കി. കൂടെ കുറച്ച് പരിപ്പും അതായത് നമ്മളെ ദാലും കൂടെ കൂട്ടിയിട്ടാ സംഭവം പൊളിയായി. 2ാം റൗണ്ടിലും നമ്മൾ റൗപ്പാഞ്ചി എന്തായി പൊറോട്ടയും കുറുമെല്ലാം ട്രൈ ആക്കി. ഞാൻ അതേപോലെ ചോറും നമ്മൾ ഈ ഐറ്റംസ് എല്ലാം ട്രൈ ആക്കി. എല്ലാം ഒന്നിനൊന്നിനും മെച്ചായിട്ടുണ്ടായിന് കേട്ടോ. ചോറും എങ്ങനെ നിങ്ങൾക്ക് ഇതിനെല്ലാം സാധിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ അതെല്ലാം പടച്ചോന്റെ ഒരു കുതിരത്തും അമാനത്താണ്. ഐസ്ക്രീമും പിന്നെന്താ ചക്രവർത്തി അക്ബർ ചക്രവർത്തി അടിപൊളി. കുനാഫ നല്ല ചൂട് നല്ലതാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കുഞ്ഞു ഫോളോവേഴ്സിന് കണ്ടിട്ടാ. പിന്നെ നമ്മൾ അമ്പാനും അതുപോലെ കുനാഫ ട്രൈ ആക്കി. നമ്മളെ ശംസുച്ച പറയുന്ന കേൾക്കാം. മംഗലം കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഏകദേശം ഇത്രയും മനോഹരമായ ഒരു സംവിധാനം, ഫുഡിൻ്റെ കാര്യമായാലും അറേഞ്ച്മെൻ്റ് ആയാലും നിക്കാഹിൻ്റെ വേദി ആയാലും അതുപോലെ തന്നെ ആളുകളോടുള്ള സ്വീകരണത്തിൻ്റെ കാര്യമായാലും വളരെ മനോഹരമായ ഒരു കല്യാണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് വരുന്ന വൈക്കാൻ നല്ല മട്ടൻ സൂപ്പും ചിക്കൻ സൂപ്പും കണ്ടത്. അപ്പം മട്ടൻ സൂപ്പ് കുടിക്കണം എന്നുള്ളൊരു പൂതിക്ക് കുടിച്ചതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു 4 ദിവസത്തെ ഡയറ്റിങ് തുടങ്ങി എന്നെ സമ്മതിക്കൂല. തോന്നില്ല ഏത് മൂലക്കോല എന്തെങ്കിലും ഐറ്റംസ് ഉണ്ട് കുടിക്കാൻ. എന്നെ നടക്കാം ഏതെങ്കിലും ഒരു മൂലക്ക് എന്തെങ്കിലും ഒരു ഐറ്റംസ് ഉണ്ടോ പിന്നെ എന്തായാലും എടുത്തു. അങ്ങനെ സൂപ്പും കുടിച്ചിട്ട് വരുന്ന വഴിക്ക് നമ്മളെ ലോലിനോൻ്റെ ഐസ്ക്രീമും ഡെസേർട്ടും കാര്യങ്ങളെല്ലാം ആട്ടിങ്ങനെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഐസ്ക്രീം എടുത്തിട്ട് നമ്മൾ അമ്പാന് കൊടുത്ത് അമ്പാൻ അത് പൊട്ടിച്ചിട്ട് തിന്നുമ്പോൾ തന്നെ ഒരു കഷ്ണം താലേക്ക് വീണ്. ആര് കൊതി കൊണ്ടുവന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ലോലിനോൻ്റെ ഡെസേർട്ടിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എല്ലാവരും നോക്കാം. ബ്രൗണി ഇതെന്ത് സാധനം? ചോക്ലേറ്റ് സോൾ അടിപൊളി സാധനം. ബ്ലൂബെറി മൂസ് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഒന്നും വിട്ടൂടെ. ഇതെന്ത് ക്യാരറ്റിനാ തീർന്നിട്ടാട്ടോ. പിന്നെ ഗുലാബ് ജാമുനും സാലഡും ഐസ്ക്രീമും പിന്നെ ഞാൻ കുറച്ച് അരീസും കൂടെ അങ്ങ് കയറ്റി. അൽസ എന്ന് പറയും, പക്ഷെ ഞാൻ അരീസ് എന്ന് പറയും. കാരണം അറബിക് ടേസ്റ്റ് അതേപോലെ ഉണ്ടായിട്ടോ ഈ അരീസ്. അത് വെറൈറ്റി ആണ്. പിന്നെ ഇവിടുത്തെ ഡെക്കറേഷൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ ചായ നേരത്തെ നോക്കി വെച്ചതാണ്. നമ്മളെ റൗപ്പാൻ്റെ ഹണി റോസിൻ്റെ ചായ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഹണി റോസിൻ്റെ ചായ ആണ് കേട്ടോ കൊടുത്തത്. അവിടുന്ന് ചായ എല്ലാം കുടിക്കുമ്പോൾ നമ്മളൊരു ഫോളോവേഴ്സിനെ വീണ്ടും കണ്ട്. പിന്നെ ഹണി റോസിൻ്റെ ചായ കുടിച്ചിട്ട് റൗപ്പാൻ എന്താവുന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഇതുപോലത്തെ ഒരു മംഗൽ ഈ അടുത്തൊന്നും കൂടിയിട്ടില്ല. എന്തായാലും ബൈ ബൈ ഫ്രം അൽസു ട്രിക്സ്.